എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. മുടി നരച്ചത് എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികൾ മുതൽ ഇപ്പം നല്ല പ്രായമുള്ളവർക്ക് വരെ നന്നായിട്ട് മുടി നരയ്ക്കുന്നൊരു കാര്യമാണ്. ചില പ്രായമായിട്ടുള്ളവരിൽ മുടി നരയ്ക്കാതിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അന്നേരം അതുപോലെ താരൻ കാരണം ബുദ്ധിമുട്ടുന്നവരാണ്, അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. നമ്മളടങ്ങുന്ന സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുടി നരയ്ക്കുന്നതാണ്. പെട്ടെന്ന് പ്രായമാവുന്നതിന് മുമ്പ് കുഞ്ഞുനാളിലെ മുടി നരയ്ക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അത് കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ച് അലർജി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം, അതുപോലെ ഡൈ ഉപയോഗിക്കാൻ മടിയുള്ളവരായിരിക്കാം. അതിൽ അങ്ങനത്തെ ഉള്ളവർക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ പാക്ക്, താരനൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും, താരം മാറിയാൽ തന്നെ മുടി നന്നായിട്ട് വളരും, അതുപോലെ തന്നെ നരയൊക്കെ മാറിയിട്ട് നല്ല തഴച്ച് കറുത്ത മുടികൾ വളരാനും പറ്റുന്ന നല്ലൊരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 2 സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. കടുക് ഞാനൊരു ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് നല്ലപോലെ പൊട്ടി വരണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കടുക്. കടുക് തലയിൽ തേക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കും ചിലരെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ. ഞാൻ അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറയാത്ത. കടുകെണ്ണയാണെങ്കിൽ നമ്മുടെ തലമുടിയിലും തലയോട്ടിലൊക്കെ തേക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ടാകും. പിന്നെ നമ്മുടെ പറമ്പിലുള്ളതായിട്ടുള്ള കറിവേപ്പില, അത് കൃത്യമായിട്ടൊരു കണക്കില്ല. ഇതിപ്പോൾ നമ്മളൊരു പൗഡർ രീതിയിലോട്ടാണ് ചെയ്യുന്നത്. കുറേയേറെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇട്ട് നമ്മൾ ഈ വറുത്ത് പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ ചെയ്താൽ മതി. കാരണം കറിവേപ്പിലയാണെങ്കിലും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു തലയിൽ തേക്കുന്നത്. അന്നേരം അതിലേക്ക് പനിക്കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്, തുളസിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ എടുക്കുന്ന ചേരുവയിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു പനിക്കൂർക്കയും തുളസി എന്നൊക്കെ പറയുന്നത് മുടി വളർച്ചയും താരനൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഡൈയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു തലയിൽ തണുപ്പ് തട്ടിയിട്ട് തലനീരും ജലദോഷമൊന്നും വരാതിരിക്കാനും കൂടെ ഒന്നും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു തുളസി ഇലയും പനിക്കൂർക്ക ഇലയും. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ വറുത്ത് അതിനെ ആ ഒരു തീ കൂട്ടിയിട്ട് കരിക്കാതെ ചെറിയ തീയിലിട്ട് നല്ലപോലെ വറുത്ത് നമുക്ക് എടുക്കാം. അതിന് കുറച്ച് സമയം എടുക്കുന്നൊരു കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. നിങ്ങൾക്ക് കറുത്ത് പോയിട്ടില്ല. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൈ കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് തൊടുമ്പം തന്നെ നല്ലപോലെ അതൊക്കെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അന്നേരം മുടി നരച്ച് 1-2 മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ പോയി കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ വാങ്ങിക്കുന്നതിലും ഒരുപാട് ഉപകാരപ്രദമാണ്. സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. മുടിയുടെ കാര്യത്തിൽ നമ്മളൊന്നും കൊണ്ട് പേടിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആഹാര കാര്യത്തിലും നല്ലൊരു കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടിയെ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ തലയിൽ തേക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് പൊടിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ. മൈലാഞ്ചിക്ക് പകരം മൈലാഞ്ചി ഇലയായിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നമുക്ക് വറുത്തിട്ട് പൊടിച്ച് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടിയോ എന്തുവേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ മൈലാഞ്ചി പൊടിയാണ്. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സ്പയറി ഡേറ്റ് കഴിയാത്ത നോക്കി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം നോക്കിയിട്ട് എടുക്കുക. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടികൾ നമുക്ക് അത്ര കണ്ട് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം മൈലാഞ്ചിയൊക്കെ വീടുകളിൽ വളർത്തുവാണെങ്കിൽ പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യം. ഒരു കമ്പ് ചുമ്മാ കൊണ്ട് നട്ടാലും നന്നായിട്ട് കിളിക്കുന്നതാണ് മൈലാഞ്ചിയൊക്കെ കേട്ടോ. ഇതിലേക്ക് നമ്മൾ തേയില വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല കട്ടി തേയില വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആണി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആ ഒരു സമയം കൊണ്ട്
ഉലുവ 2 സ്പൂണ്, അതുപോലെ കടുക് 1 സ്പൂണ് മതി കേട്ടോ. നമ്മൾക്കിപ്പോൾ എത്രത്തോളം മുടിയുണ്ടെന്നനുസരിച്ച് ഇതിലെടുക്കുന്ന ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്താം. എന്നിട്ട് നമ്മൾ തലേനെ ഇതിൽ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് കുതിർത്ത് വെക്കണം. ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മൾ മുടി നരച്ചവർക്ക് വേണ്ടി മാത്രമല്ല, മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഏതൊരു വീഡിയോ ചെയ്താലും ഇൻസ്റ്റൻറ്റ് ഡൈയോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള നാച്ചുറൽ ഡൈ അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു പാക്കോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാറുള്ളത് കേട്ടോ. അതൊരു പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നല്ല പോലെ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഇതിപ്പോൾ അരച്ച് തേക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഒരു വെള്ളം മാത്രം തള്ളി തേച്ചാലും താരനൊക്കെ മാറി മുടി നന്നായിട്ട് വളരും. മുടി നമുക്ക് താരനുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് പൊഴിയുകയും ചെയ്യും, മുടി വളർന്ന് വരത്തുമില്ല. താരൻ മാറ്റിയാൽ മാത്രമേ മുടി നന്നായിട്ട് സമൃദ്ധമായിട്ട് വളരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള രീതി നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള ഡൈകളാണെങ്കിലും പാക്കുകളാണെങ്കിലും നല്ല ജെല്ല് രീതിയിലുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെയറിനായിട്ട് തന്നെ നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി നോക്കാം. അന്നേരം നമ്മൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒരു വെള്ളമൊന്നും കളയാതെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മണം ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ലേശം ഷാമ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അരിക്കാൻ പറ്റും. അരിപ്പയിൽ അരിച്ചത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. നല്ല ഇഴ അകലമുള്ള തോർത്തിനകത്ത് നല്ലപോലെ പിഴിഞ്ഞ് ഇട്ടെടുക്കുക. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്യുകയാണ്. തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കുക. കുറഞ്ഞതൊരു 25 മിനിറ്റ്. ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകാം. ഒത്തിരി സ്മെല്ലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ വലിയ വീര്യമൊന്നും ഇല്ലാത്ത ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് തലമുടി നല്ലപോലെ കഴുകിക്കളയാവുന്നതാണ്. ഒറ്റ യൂസിൽ താരൻ ചൊറിച്ചിൽ ഒക്കെ മാറി മുടി നന്നായിട്ട് വളരാനും നല്ല കറുപ്പോടെ നല്ല കരുത്തോടു കൂടി വളരാനും ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശീലമാക്കിയാൽ നല്ലതാണ് കേട്ടോ. ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിൽ കടുകും നമ്മൾ ഉലുവയും അതിൻ്റെ കൂട്ടത്തിൽ തൈരുമാണ് ചേർത്തിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ റിസൾട്ട് നല്ല കിടില റിസൾട്ടാണ്. ഒരു സോപ്പും പത പോലെ ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നുണ്ടല്ലേ ഉലുവ ചേർത്തുകൊണ്ട് തന്നെ. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് നമ്മുടെ ഡൈ ഇവിടെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. കുറച്ചുകൂടെ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തൈരോ കഞ്ഞിവെള്ളമോ തേയിലവെള്ളമോ എന്തുകൊണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു മുട്ടയാണെങ്കിലും ഒഴിച്ചിട്ട് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നരച്ച മുടി ഉള്ള ഭാഗത്ത് മാത്രമല്ല എല്ലായിടത്തും തേച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മൾ നരച്ച മുടിയുള്ള ഭാഗത്ത് നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്ന പോലെ ചെയ്യും. അതും അല്ലെങ്കിൽ ഇതിലൊരു മുട്ടയോ പറഞ്ഞ കണക്ക് തൈരോ പുളിച്ച കഞ്ഞിയോളോ തേയിലയോളോ ചേർക്കുക. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കറക്റ്റ് പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് തലയിൽ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ ഒരു കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും വെക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകണ്ട. അല്ലെങ്കിൽ 1.5 മണിക്കൂർ കുറച്ച് ലൂസായിട്ട് വെച്ചതിന് ശേഷം എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. ഒത്തിരി ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താളി തേച്ച് കൊടുക്കുക കേട്ടോ. താളി മാത്രം ഉപയോഗിക്കുക. 2 ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ ഷാമ്പു ഉപയോഗിക്കുക. അധികം വീര്യമില്ലാത്ത ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ മുടി അങ്ങങ്ങാട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ കേട്ടോ. അത് ആ ഒരു നരയെ കൺട്രോൾ ചെയ്യാനും നന്നായിട്ട് മുടി വളരാനും നല്ല റിസൾട്ട് കിട്ടാനും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ രൂപത്തിലോട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.